ഞാൻ മുല്ലത്തടം ഡാലി മുക്കാഞ്ഞിരം അഥവാ സോമൻ ഭോപ്പാൽപുര. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയെ പരിചയപ്പെടുവാനിടയായി. സംസാര മധ്യേ അദ്ദേഹം പറഞ്ഞു, സാറേ, എനിക്ക് പഠിക്കാൻ അത്ര വലിയ ബുദ്ധിയൊന്നുമില്ലായിരുന്നു, എന്നാൽ മണ്ടനും അല്ലായിരുന്നു. പക്ഷേ എനിക്ക് പോലും അറിയില്ല ഇത്ര നല്ല ഒരു ജോലി എനിക്ക് എങ്ങനെ ലഭിച്ചുവെന്ന്. ഒരു IT പാർക്കിൽ ഒരു കമ്പനിയിലെ ഉന്നതമായ HR പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. സംസാര മധ്യത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്, എനിക്ക് പോലും അറിയില്ല എനിക്ക് എങ്ങനെ ഈ ജോലി ലഭിച്ചുവെന്ന്. സത്യത്തിൽ അത് കേട്ടപ്പം എനിക്ക് ചിരി വന്നു. കാര്യം എന്താണെന്ന് മനസ്സിലായതുകൊണ്ടാണ് തന്നെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിലെ സങ്കീർത്തനം 112:2 ഇങ്ങനെ പറയുന്നുണ്ട്, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. പഴയകാല ജീവിതങ്ങളെ പറ്റിയൊക്കെ എനിക്കറിയാം പലരുടെയും. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ അടുത്ത വീടുകളിലും അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള പല വീടുകളിലേക്കും കണ്ണോടിച്ചാൽ നമുക്ക് ഒരു കാര്യം സ്പഷ്ടമായി കാണാൻ സാധിക്കും. ചിലരൊക്കെ ജീവിക്കുന്നത് സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടിയാണ്, ചിലരൊക്കെ ജീവിക്കുന്നത് സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ്. അത് ആണാകാം പെണ്ണാകാം, അവരെല്ലാം അവരുടെ ജീവിതത്തിൻ്റെ സിംഹഭാഗങ്ങളും സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. സഹോദരങ്ങളെ ഒരു ഉന്നതമായ പദവിയിൽ എത്തിച്ചേർക്കുവാൻ അവരെല്ലാം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരാൾക്ക് ഒരു ജോലി എവിടെയെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിലുള്ള മറ്റുള്ളവരെ കൂടെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കും. മറ്റുള്ളവരെ കൂടെ കൊണ്ടുപോയി ആ കുടുംബം രക്ഷപ്പെടുത്തുവാൻ ഇവർ ചെയ്യുന്ന പ്രവർത്തികൾ വളരെ വളരെ വലുതാണ്. അങ്ങനെ പലരെയും നമുക്ക് കാണാം. എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും അങ്ങനെ ഉള്ളവരായിരിക്കാം, സഹോദരങ്ങളെ രക്ഷപ്പെടുത്തിയവരായിരിക്കാം, അല്ലെങ്കിൽ സഹോദരങ്ങൾ മുഖാന്തരം രക്ഷപ്പെട്ടവരായിരിക്കും. നന്ദിയോടെയൊക്കെ അവരെ ഓർപ്പിക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളവരുടെ മറ്റുള്ളവരെ സഹായിക്കുകയും നേരായ രീതിയിൽ നടന്ന് നേരുള്ളവർ സത്യമായ വഴിയിൽ നടക്കുന്നവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് പലരും ഞാൻ ഉൾപ്പെടെ പലരും ഈ കറങ്ങുന്ന കസേരയിലൊക്കെ ഇരിക്കണമെങ്കിൽ എൻ്റെ ബുദ്ധിശക്തിയോ എൻ്റെ കഴിവിൻ്റെയോ എൻ്റെ മസിൽ പവറോ ഒന്നും കൊണ്ടല്ല. അതുകൊണ്ടൊന്നുമല്ല. നേരോടെ നടന്ന ഒരു മാതാവും പിതാവും നമുക്കുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമാണ്. നമ്മളിൽ പലരും ധരിച്ചിരിക്കുന്നത്, കുഞ്ഞാൻ ഉറക്ക വിളച്ചിരുന്ന് പഠിച്ചു, അയ്യോ ഞാൻ എന്ത് കഷ്ടപ്പെട്ടു, ഇങ്ങനെയൊക്കെ പറയുന്ന പലരെയും നമ്മുടെ ചുറ്റിനും നമുക്ക് കാണാം. ഒപ്പം അത് ശരിയായിരുന്നെങ്കിൽ കൂടി നേരായി നടന്ന സത്യത്തിൻ്റെ വഴിയിൽ നടന്ന മാതാപിതാക്കളുടെ മക്കൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവം നിങ്ങളെ ഉയർത്തിയതും ഇന്ന് ഈ സ്ഥാനത്തേക്ക് ആക്കിയതും. നിങ്ങൾ ഒരു പക്ഷെങ്കിൽ കണ്ണടച്ച് അല്പം നേരം ഒന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങളുടെ അച്ഛൻ എങ്ങനായിരുന്നു, നിങ്ങളുടെ അമ്മ എങ്ങനായിരുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കി. ഇല്ലേ? മറ്റുള്ളവർക്ക് വേണ്ടി എന്തുമാത്രം സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തരാതെ തന്നെ നിങ്ങളുടെ അച്ഛൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ആഹാരങ്ങൾ പോലും കൊടുത്തിട്ടില്ലേ, പൈസ പോലും മാറ്റി വെച്ചിട്ടില്ലേ. അങ്ങനെയുള്ള സഹോദരന്മാരെ ഉള്ള ഒരു അപ്പനായിരിക്കും നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു അമ്മയായിരിക്കും. നല്ലൊരു തുണി കിട്ടിയാൽ, നല്ലൊരു സാരിയോ ബ്ലൗസോ എന്തെങ്കിലും ആകട്ടെ കിട്ടിയാൽ, നിങ്ങളുടെ അമ്മ ആദ്യം നിങ്ങളുടെ അമ്മയുടെ അനിയത്തിക്കോ അവർ സഹോദരിക്കല്ലേ കൊടുത്തിട്ടുള്ളത്. അവർക്ക് നേരായ രീതിയിൽ നടന്നുകൊണ്ട് നന്മ ചെയ്യാൻ മാത്രം അറിഞ്ഞിട്ടുള്ള അവർ, അതിൻ്റെ പുണ്യഫലമാണ് നിങ്ങൾക്ക് കിട്ടിയത്. അപ്പനൊന്നും അവരുടെ കഷ്ടപ്പാടുകളൊന്നും നിങ്ങളെ ഒന്നും അറിയിച്ച് കാണിച്ചിട്ടില്ല. അതിൻ്റെയൊക്കെ ഫലങ്ങൾ പലപ്പോഴും അവർ ചെയ്യുന്ന പുണ്യപ്രവർത്തികൾ, നന്മകൾ, അതൊന്നും ആരെയും കാണിച്ചില്ലെങ്കിൽ അവർ പലർക്കും പലതും ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ മക്കൾ, ആ തലമുറ, നേരായി നടന്നവരുടെ തലമുറകളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു. 84-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിലും പറയുന്നുണ്ട്, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കില്ല എന്ന്.
നേരായ രീതിയിൽ നടന്ന മാതാപിതാക്കളുടെ മക്കളൊക്കെ നമ്മുടെ ചുറ്റിലൊക്കെ ഒന്ന് കണ്ണോടിച്ചാൽ, മറ്റുള്ളവർക്ക് വേണ്ടി സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുത്ത, മറ്റുള്ളവരെ വളരെയധികം സഹായിച്ചിട്ടുള്ള, അല്ലെങ്കിൽ സ്വന്തം സഹോദരങ്ങളാണെങ്കിലും കൂട്ടുകാർക്കും ഒക്കെ വേണ്ടിയാണെങ്കിൽ ജീവിച്ച പല വ്യക്തികളെയും നമുക്ക് കാണാം. ഇവരുടെ കഷ്ടപ്പാടിലും കഷ്ടപ്പെട്ടപ്പോഴും നമ്മളൊക്കെ നോക്കുമ്പോൾ അറിയപ്പെടാത്ത എത്രയോ നന്മകളൊക്കെ നമ്മുടെ അപ്പന്മാർ ചെയ്ത് കാണും സഹോദരങ്ങൾക്കൊക്കെ വേണ്ടി. ഒരുപക്ഷെങ്കിൽ ഈ സഹോദരങ്ങളൊക്കെ തിരിച്ചൊക്കെ കൊടുക്കുന്നതൊക്കെ കണക്കായിരിക്കും. ഇവരിതൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല. സ്വന്തം സഹോദരങ്ങൾ അല്ലെങ്കിൽ സ്വന്തം കൂട്ടുകാർ, വേണ്ടപ്പെട്ടവരൊക്കെ ഉയരാൻ വേണ്ടി ഇവരുടെ പല നന്മകളും മാറ്റിവെച്ചവരുടെ മകനായിരിക്കും, മകളായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ. നന്ദിയില്ലാത്തൊരു വർഗമായിരിക്കും നിന്റെ അപ്പൻ സഹായിച്ച പലരും, അല്ലെങ്കിൽ നിന്റെ അമ്മ സഹായിച്ച പലരും. നീ ഓർക്കുണ്ടോ, എൻ്റെ പപ്പ, എൻ്റെ അപ്പൻ, എൻ്റെ ഉപ്പ ഇങ്ങനെയൊക്കെ അവർക്കൊക്കെ ചെയ്ത് അവരൊന്ന് തിരിഞ്ഞു പോലും നോക്കത്തില്ലെന്ന്. നേരോടെ നടക്കുന്നവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. നേരോടെയാണ് നിന്റെ അപ്പൻ നടന്നിട്ടുള്ളതെങ്കിൽ ഒരുപക്ഷെ അപ്പനെ നമ്മളെ കാണുമ്പോൾ എൻ്റെ അപ്പൻ ഒരിത്തിരി അടിക്കുന്ന പാട്ടിയാണ്. പക്ഷേ ആ പാറക്കെട്ടിനുള്ളിൽ നല്ല നല്ല ശുദ്ധജലമാണുള്ളത്. ഈ വെള്ളം അടിക്കുന്നൊക്കെ എൻ്റെ അപ്പം വെള്ളം അടിച്ച് 10 തെറിയൊക്കെ വിളിച്ചൊക്കെ നടക്കുന്നവരെ കാണുന്ന നിൻ്റെ അപ്പൻ എത്രയോ പേരെയോ സഹായിച്ചു കാണുമെന്ന് നിനക്കറിയാമോ? ഇന്ന് നീ അനുഭവിക്കുന്ന നന്മകളൊക്കെ, ഇന്ന് നീ ഉയർച്ചയിലേക്ക് ഉയർന്നു പോകുന്നതൊക്കെ ഉണ്ടല്ലോ, അന്ന് അപ്പൻ ആർക്കൊക്കെ വേണ്ടി ചെയ്തതിൻ്റെ പരിണിത ഫലമാണ്. നേരായി നടക്കുന്നവർ തലമുറ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഇന്ന് പലരും. അതുകൊണ്ട് അപ്പനും അമ്മയും ചെയ്തിട്ടുള്ള പല പുണ്യപ്രവൃത്തികളുടെ നന്മകൾ ഇന്ന് മക്കൾക്ക് കിട്ടുന്നുവെങ്കിൽ നിങ്ങളും ആ പാരമ്പര്യം തുടരുക. നന്മകൾ ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി. അവർ തിരിച്ചെയ്തു തരുമെന്ന് കണക്ക് കൂട്ടിയിട്ടില്ല. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, പലപ്പോഴും നിങ്ങളുടെ അപ്പൻ ചെയ്ത ഉപകാരം ചെയ്തിട്ടുള്ള പലരുമുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ അപ്പൻ്റെ സ്വന്തം സഹോദരനായിരിക്കാം, സ്വന്തം സഹോദരിയായിരിക്കാം. അവരൊക്കെ ഉയർന്നുയർന്ന് നിങ്ങളിലേക്ക് പോയി കാണും. നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കും, എൻ്റെ അപ്പൻ ആ സഹായം ഈ സാമ്പത്തികമാണെങ്കിൽ അല്ലെങ്കിൽ പല സഹായങ്ങളാണെങ്കിലും എൻ്റെ അപ്പൻ്റെ സഹോദരങ്ങൾ കൊടുക്കുക. ആ സമയത്ത് മക്കളെ നോക്കിയിരുന്നെങ്കിൽ. നിങ്ങളിന്ന് നിങ്ങളുടെ പല വീടുകളുടെ മുൻ സംസാരിച്ച് നോക്കി, നിങ്ങളെല്ലാവരും പറയുന്ന ഒരു വാക്കുണ്ട്, ഞങ്ങളുടെ പപ്പായിക്കുണ്ടല്ലോ, ഞങ്ങൾ മക്കളെക്കാളുടെ കൂടുതൽ സ്നേഹവും ബഹുമാനവും ഇഷ്ടമൊക്കെ പപ്പായുടെ സഹോദരങ്ങളെ അവർ കഴിഞ്ഞേ ഉള്ളായിരുന്നു. ഞങ്ങൾ മിക്ക വീട്ടിലും ഇത് കാണാം, ഇത് കേൾക്കാം. എൻ്റെ അപ്പന്, എൻ്റെ പപ്പായ്ക്ക് ഞങ്ങൾ മക്കളെക്കാളുടെ കൂടുതൽ സ്നേഹം പപ്പായുടെ സഹോദരങ്ങളുണ്ടായിരുന്നു. പൊന്നും മോനെ, പൊന്നും മോളെ, ഇന്ന് നീ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീ ഒരു പക്ഷേ ഓർക്കും, അന്ന് പപ്പ അവർക്ക് വേണ്ടി കൊടുത്ത സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. അന്ന് അവർക്ക് വേണ്ടി നല്ലത് ചെയ്തുകൊണ്ടാണ് ഇന്ന് നീ അനുഗ്രഹിക്കപ്പെടുന്നത്. ഇല്ലെങ്കിൽ നാളെ നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. കാരണം വിശുദ്ധ വേദപുസ്തകമാണ് പറയുന്നത്, നേരായി നടക്കുന്നവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ ആ നന്മയ്ക്ക് പ്രതിഫലം തലമുറയിൽ അനുഗ്രഹമായി വരുമെന്ന് വിശുദ്ധ വേദപുസ്തകം. ഹലോ, ഒന്ന് കേട്ടിട്ട് പോ 40ാം ഭാഗം. ഞാൻ മുല്ലത്തറം ഡാലി മുക്കാഞ്ചിരം അഥവാ സോമൻ, ഭോപ്പാൽപുര, ഉദയ്പൂർ, രാജസ്ഥാൻ.